രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരു പോഷ് ഏരിയയുടെ നടുവിലൂടെ ഒരു ലക്ഷറി കാർ രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് മുന്നേറുകയായിരുന്നു. ആ കാറിനുള്ളിൽ 4 പേരുണ്ടായിരുന്നു. 2 പുരുഷന്മാരും 2 യുവതികളും. മുഴുവൻ രാത്രി ആ കാർ ഇങ്ങനെ തന്നെ ആ റോഡിൽ ചുറ്റിക്കൊണ്ടിരുന്നു. പുലർച്ചെ 5:30 ആ കാറിൽ നിന്നും ഒരു യുവതി പുറത്തേക്കിറങ്ങി. ഇപ്പോൾ അവളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. കാറിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അവൾ ശ്രദ്ധിച്ചത് തന്റെ സോക്സ് കാണാനില്ല. പതിയെ മനസ്സിലായി അവളുടെ ഒരു ഇയറിംഗും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെ പുറത്തു വന്ന മറ്റൊരു സത്യം അവളെ തന്നെ ഞെട്ടിച്ചു. അവളുടെ വസ്ത്രങ്ങളും കാണാതായിരിക്കുന്നു. ഇപ്പോ അവൾ ആലോചിക്കുകയാണ്, അവൾക്ക് പരിചയമുള്ള ആളുകളോടൊപ്പം കാറിനുള്ളിൽ 3 മണിക്കൂറോളം ഇരുന്ന ആ രാത്രി അവർ അവളോട് എന്താണ് ചെയ്തത് എന്ന്. അതുകൊണ്ടാണ് തന്റെ അവസ്ഥ ഇത്രയും മോശമായത്. ഇതിനുശേഷം ആ കാറിലെ ഡാഷ് ക്യാം ഫുട്ടേജ് മുഴുവനും പുറത്തേക്ക് വരുന്നു. ഒടുവിൽ യഥാർത്ഥ സത്യം എല്ലാവരുടെ മുന്നിലും തെളിഞ്ഞു. ആരെയെങ്കിലും കണ്ണടച്ച് വിശ്വസിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും തകരും എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ യുവതിക്ക് ആ കാറിനുള്ളിൽ അന്നത്തെ രാത്രി 3 മണിക്കൂർ എന്താണ് സംഭവിച്ചത്? ഡിസംബർ 20 ബേപ്പൂരിലെ സുഫാഖ്പുര ഏരിയ. ഒരു IT കമ്പനിയുടെ CEO ആയിരുന്ന ജിതേഷ് സിസോദിയ തന്റെ പിറന്നാൾ ആഘോഷത്തിനൊപ്പം അടുത്ത് വരാനിരിക്കുന്ന ന്യൂ ഇയർ പാർട്ടിയും ചേർത്ത് തന്റെ എല്ലാ ജീവനക്കാർക്കുമായി ഒരു വലിയ പാർട്ടി സംഘടിപ്പിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി എല്ലാ സ്റ്റാഫ്സിനും പാർട്ടിക്ക് ഭക്ഷണം നൽകി. ഡിസംബർ 20 രാത്രി 9:30 എല്ലാവരും പാർട്ടി ഹാളിലേക്ക് എത്തുന്നു. മറ്റ് കമ്പനികളിലെ സമ്പന്നരായ ആളുകൾ, ഈ കമ്പനിയിലെ മാനേജർമാർ, എക്സിക്യൂട്ടീവ്സ്, മറ്റ് ജീവനക്കാർ എല്ലാവരും പാർട്ടിയിൽ പങ്കെടുത്തു. രാത്രി മുഴുവനും ഡാൻസ്, സംഗീതം, അതിനൊപ്പം മദ്യപാനം എല്ലാം തുടർന്നു. 4 മണിക്കൂർ നീണ്ടുനിന്ന ഈ പാർട്ടിക്കിടെ ഒരു ഭീകരമായ പദ്ധതിയും തയ്യാറായിക്കൊണ്ടിരുന്നു. ആ പ്ലാനിന്റെ മാസ്റ്റർ മൈൻഡുകൾ ഈ 3 പേരായിരുന്നു. ആദ്യത്തെ പേര് ഈ കമ്പനിയുടെ ഉടമയും CEOയുമായ ജിതേഷ് സിസോദിയ. രണ്ടാമത്തേത് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഹെഡ് ശില്പ ഷിരോഹി. മൂന്നാമത്തേത് ഈ ശില്പയുടെ ഭർത്താവ് ഗൗരവ്. ഈ 3 പേരും ചേർന്ന് ഒരുക്കിയ ആ പദ്ധതിയുടെ ലക്ഷ്യം അതേ കമ്പനിയിലെ ഒരു വനിതാ മാനേജർ ആയിരുന്നു. പാർട്ടി തുടരുന്നതിനിടെ രാത്രി ഏകദേശം 1:30 ആ മാനേജർ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ശില്പ അവളുടെ അടുത്ത് എത്തി. എന്നിട്ട് പറഞ്ഞു, കുറച്ച് സമയം കൂടെ ഞങ്ങൾക്കൊപ്പം ചിലവഴിക്കാമല്ലോ, അതിനുശേഷം ഞങ്ങൾ തന്നെ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന്. എന്തിനാണ് അർദ്ധരാത്രി ഒരു ടാക്സിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത്? ഈ വാക്ക് കേട്ടതോടെ ആ മാനേജർ അതിന് സമ്മതിച്ചു. ശില്പയുടെ കൂടെ വീണ്ടും പാർട്ടിയിലേക്ക് മടങ്ങുന്നു. അവൾക്ക് തോന്നിയത് ശില്പ തന്റെ ബോസ് അല്ലേ, അവരുടെ വാക്ക് കേൾക്കുന്നത് ശരിയാകും എന്ന്. അവിടെ അവൾ തന്റെ മറ്റൊരു ബോസായ ജിതേഷിനെയും ഗൗരവിനെയും കാണുന്നു. 4 പേരും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം രാത്രി 1:50 ഇവർ 4 പേരും ഒരു ലക്ഷറി കാറിൽ കയറിയിരുന്നു. ഗൗരവും ജിതേഷും കാറിന്റെ മുൻ സീറ്റിലായിരുന്നു. പിന്നിൽ ശില്പയും ഈ സ്ത്രീ മാനേജറും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ അവർ ആ പാർട്ടി സ്ഥലത്ത് നിന്നും പുറപ്പെടുന്നു. കാറിനുള്ളിൽ എല്ലാവരും സ്മോക്ക് ചെയ്യുകയായിരുന്നു. ഈ സമയത്ത് അവർ ആ മാനേജറോടും സ്മോക്ക് ചെയ്യാൻ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. അവൾ ആ സമയം മാനസികമായി അസ്ഥിരമായ ഒരു അവസ്ഥയിലായതിനാൽ ഒടുവിൽ അവരുടെ വാക്ക് കേട്ട് അവളും സ്മോക്ക് ചെയ്യാൻ തുടങ്ങി. വീണ്ടും സ്മോക്ക് ചെയ്തു. അതിനുശേഷം അവൾക്ക് അമിതമായൊരു തലകറക്കം അനുഭവപ്പെട്ടു. അവൾക്ക് മനസ്സിലാകുന്നില്ല താൻ എവിടെയാണ്, ആരോടൊപ്പമാണ് ഇരിക്കുന്നത്, ഒരു ബോധമില്ലാത്തൊരവസ്ഥ. എങ്കിലും അവൾ ഒരു ഒറ്റ വിശ്വാസത്തിൽ അവിടെ തന്നെ ഇരുന്നു. ആ വിശ്വാസം അവളുടെ ബോസുമാരോടുള്ള ഒരു കണ്ണടച്ച വിശ്വാസമായിരുന്നു. അവർ ഉത്തരവാദിത്വമുള്ള ആളുകളാണെന്നും തനിക്ക് സുരക്ഷ നൽകുമെന്നും വീട്ടിൽ എത്തിക്കുമെന്നുമാണ് അവൾ കരുതിയത്. പക്ഷേ അടുത്ത് സംഭവിച്ചത് ഇതിനെല്ലാം പൂർണ്ണമായും വിപരീതമായിരുന്നു. രാത്രി ഏകദേശം ഒരു 2:15 ആദ്യമായി ശില്പ ആ സ്ത്രീ മാനേജറെ ചുംബിക്കുന്നു. പതിയെ അവളുടെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു. ഇത് കാറിന്റെ മുൻ സീറ്റിലുണ്ടായിരുന്ന ജിതേഷും ഗൗരവും കണ്ടുകൊണ്ടിരുന്നു. ഇത് കണ്ടതോടെ കാർ പൂർണ്ണമായും ആളൊഴിഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്തു. അവിടെ ശില്പ ആദ്യമായി ആ മാനേജറുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങി.
ഇതെല്ലാം സംഭവിക്കുന്നത് മറ്റുള്ളവർക്ക് പൂർണ്ണമായും അറിയാമായിരുന്നു. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ പാർട്ടിക്കിടെ ഈ 3 പേരും ചേർന്ന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ വിജയിക്കാൻ പോവുകയാണ്. കാർ നിർത്തിയതോടെ മുൻസീറ്റിലുണ്ടായിരുന്ന ജിതേഷും ഗൗരവും പിന്നിലേക്ക് വരുന്നു. ഇപ്പോൾ ശില്പ പറഞ്ഞു, ബോസ്, പെൺകുട്ടി റെഡിയാണ്, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാമെന്ന്. ഇതോടെയാണ് ആദ്യമായി സ്വന്തം ബോസ് ആ മാനേജറോട് അതിക്രമം തുടങ്ങുന്നത്. പതിയെ പതിയെ സമയം കടന്നു പോകുന്നു. പിന്നീട് ശില്പ തന്റെ ഭർത്താവായ ഗൗരവിനോട് പറയുന്നു, ഇവിടെ ആരും ഒന്നും കാണില്ല, ഇന്ന് നീ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് ചെയ്യാമെന്ന്. സ്വന്തം ഭർത്താവിനോടൊരു ഭാര്യ പറഞ്ഞ വാക്കുകളാണിത്. ഇതിനുശേഷം ഗൗരവും ആ യുവതിയോടൊപ്പം അതേ രീതിയിൽ തന്നെ പെരുമാറുന്നു. മദ്യവും മയക്കുമരുന്നും ഒക്കെ നിറഞ്ഞൊരവസ്ഥയിലായതിനാൽ ആ മാനേജർക്ക് തനിക്ക് ചുറ്റുമുള്ളവർ തന്നോട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പോലും മനസ്സിലാകുന്നില്ല. ജിതേഷ് ചെയ്തതുപോലെ തന്നെ ഗൗരവും അതേ ക്രൂരത ആവർത്തിക്കുന്നു. അതിനുശേഷം നടന്നൊരു സംഭവം, ഇത് കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. ശില്പ, ആ സ്ത്രീ, അവൾ തന്റെ സ്വന്തം മാനേജറോട് ഇതേ അതിക്രമങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങി. ഇത്തരം ഒരു കേസ് ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ അപൂർവമാണ്. ഒരു സ്ത്രീ തന്നെ സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീയോട് ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പിന്നീട് സ്വയം അതിൽ പങ്കാളിയാവുകയും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനിടെ ഇങ്ങനെ സമയം പുലർച്ചെ ഏകദേശം 5 തുടർന്ന് ശില്പ ആ സ്ത്രീയുടെ വസ്ത്രങ്ങൾ വീണ്ടും അണിയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾ മറന്നുപോയി ആ യുവതിയുടെ ഇന്നർവേഴ്സ് എവിടെയാണ് പോയത് എന്ന്. ഇതിനിടെ ഒരു ഇയറിംഗ്സും നഷ്ടമായിട്ടുണ്ട്. വസ്ത്രങ്ങൾ അണിയിച്ച ശേഷം അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. 2025 ഡിസംബർ മാസം 23 പുലർച്ചെ ഒരു 5 മണിയോടെ ആ യുവതി കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് എത്താൻ നടക്കുന്നതിനിടെ അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. തൻ്റെ ഒരു സോക്സ്, ഒരു ഇയറിംഗ്സ്, തൻ്റെ ഇന്നർവേഴ്സ് ഇവയൊന്നും കാണുന്നില്ല. അവൾക്കിപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. ചിന്തിക്കാൻ തുടങ്ങി. തനിക്ക് എന്തോ തെറ്റ് സംഭവിക്കാൻ തുടങ്ങി. മറുവശത്ത് വീണ്ടും അവൾ വിശ്വസിക്കുന്നു, രാത്രി മുഴുവനും താൻ പാർട്ടിയിലായിരുന്നു, തൻ്റെ കൂടെ തൻ്റെ ബോസ് എല്ലാം ഉണ്ടായിരുന്നു, അവർ തന്നോട് അങ്ങനെ തെറ്റെന്തെങ്കിലും ചെയ്യുമോ? അങ്ങനെ വീട്ടിലെത്തി വസ്ത്രങ്ങളെല്ലാം മാറി കുളിക്കുമ്പോൾ അവൾ ശ്രദ്ധിക്കുകയാണ്, തൻ്റെ ശരീരത്തിൽ ചില അത്യന്തം മോശമായ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടിക്ക് പോകുന്നതിന് മുൻപ് ഒരിക്കലും അവൾക്ക് ഉണ്ടായിരുന്നിട്ടില്ലാത്ത അടയാളങ്ങൾ ഇപ്പോൾ അവളുടെ ശരീരത്തിലുണ്ട്. അവിടെയാണ് അവൾക്ക് സംശയം ഉറപ്പായത്, തൻ്റെ ബോസുമാർ തന്നോട് എന്തോ അതിക്രമം കാണിച്ചുവെന്ന്. ഇനി അറിയേണ്ടത് ഈ സത്യം എങ്ങനെ പുറത്തു വന്നു എന്നാണ്. തീർച്ചയായും ഇത് നിങ്ങളെ ഞെട്ടിക്കും. കാരണം ആ യുവതി ആലോചിക്കുകയാണ്, ഞാൻ പോലീസിലേക്ക് പോയി പരാതി കൊടുത്താൽ എൻ്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? അവർ എന്നോട് ഇങ്ങനെ ചെയ്തുവെന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും? പോലീസ് പോലും അവസാനം പറയും, ഇതൊക്കെ നീ സ്വയമേ ചെയ്തതല്ലേ, നിന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ എന്നൊക്കെ. എന്നാൽ അപ്പോൾ പോലും ആ യുവതിക്ക് ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല തന്നോട് തെറ്റ് ചെയ്തത് ആരാണ് എന്ന്. അവളുടെ ബോസ് ആ ജിതേഷാണോ, ഗൗരവാണോ, അതോ മറുവശത്ത് ശില്പയാണോ എന്ന്. ഇങ്ങനെ ചിന്തകളിലൊക്കെ മുഴുകി ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി. അവൾക്ക് ആ രാത്രി മുഴുവൻ ഉറങ്ങാൻ പോലും സാധിച്ചില്ല. തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്തണമെന്ന ഒറ്റ ചിന്തയായിരുന്നു അവളെ അലട്ടിയത്. ഇതിനിടെ 2025 ഡിസംബർ 23 ഉച്ചയ്ക്ക് ഒരു 12 മണിയോടെ പെട്ടെന്ന് അവളുടെ മനസ്സിൽ ഒരു കാര്യം തെളിഞ്ഞു. അവൾ ഉണ്ടായിരുന്ന കാറിനുള്ളിൽ ഒരു ഡാഷ് ക്യാം ഉണ്ടായിരുന്നു. ഇത് മനസ്സിലായതോടെ അവൾ തീരുമാനിച്ചു, ഇനി പോലീസിൽ പോയാൽ സത്യം മുഴുവനും പുറത്തു വരും. അവൾ അതേ സെക്കൻഡ് തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറയുന്നു. തൻ്റെ കമ്പനിയുടെ CEO ജിതേഷ്, അതേ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഹെഡ് ശില്പ, അവളുടെ ഭർത്താവ് ഗൗരവ്, ഇവർ 3 പേരും ചേർന്ന് തന്നെ അതിക്രമിച്ചുവെന്ന് അവൾ പോലീസിനോട് പറഞ്ഞു. പരാതി രജിസ്റ്റർ ചെയ്ത ഉടനെ പോലീസ് ഉടൻ തന്നെ നടപടിയെടുത്തു. ഡിസംബർ മാസം 23 വൈകിട്ട് ഒരു 4 മണിയോടെ ഈ 3 പേരെയും അവരവരുടെ വീടുകളിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു. അതിനൊപ്പം ആ ലക്ഷറി കാർ അതും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിലെ ഡാഷ് ക്യാമിലെ മുഴുവൻ റെക്കോർഡിങ്ങും പോലീസിന്റെ കൈകളിലേക്ക് എത്തുന്നു. ഡാഷ് ക്യാമിലെ വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. റോഡിലെ ദൃശ്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അതിനകത്തൊരു മൈക്ക് ഉണ്ടായിരുന്നു. അത് കാറിനുള്ളിലെ എല്ലാ ശബ്ദങ്ങളും വ്യക്തമായി റെക്കോർഡ് ചെയ്തിരുന്നു. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടർന്നു. 3 മണിക്കൂറിലധികം നീണ്ട ആ ഓഡിയോ റെക്കോർഡിംഗ് മുഴുവനും കേട്ട ശേഷം യഥാർത്ഥ സത്യം പുറത്തു വരുന്നു. ജിതേഷ്, ശില്പ, ഗൗരവ് ഈ 3 പേരും ചേർന്ന് ആ യുവതിയോട് ഗുരുതരമായ അതിക്രമം നടത്തിയതായി തെളിയുന്നു. ഇപ്പോ ഈ 3 അറസ്റ്റ് ചെയ്തു. മാനേജറുടെ മെഡിക്കൽ പരിശോധന നടത്തി. അതിന്റെ റിപ്പോർട്ടും അവൾ പറഞ്ഞത് സത്യമാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ദിവസമായിട്ടും ഈ ചെയ്തവർക്കെതിരെ ഇപ്പോഴും ശക്തമായ നടപടികളൊന്നും എടുത്തിട്ടില്ല. ഈ വീഡിയോ ചെയ്തതിന്റെ ഒരേ ഒരു ഉദ്ദേശം, നിങ്ങൾക്ക് തോന്നാം
നിങ്ങൾക്ക് അടുത്ത് നിൽക്കുന്നവർ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ളവർ, സുഹൃത്തുക്കൾ ആരുമായിക്കോട്ടെ, അവരൊക്കെ നല്ലവരാണ് എന്ന് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും അത് നിങ്ങളെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു കഥ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം ഇതാണ്. കണ്ണടച്ച വിശ്വാസം ഒരിക്കലും വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും അടുത്തവരായാലും, ബോസ് ആയാലും, അധികാരമുള്ളവരായാലും, നിങ്ങൾക്ക് പരിചയമുള്ളവരായാലും സ്വന്തം സുരക്ഷയേക്കാൾ വലുതായി ആരെയും വിശ്വസിക്കരുത്. അധികാരം, പദവി, ബന്ധങ്ങൾ ഇവയൊന്നും ഒരാളുടെ സ്വഭാവത്തിന് ഒരിക്കലും ഗ്യാരണ്ടിയല്ല. എന്തെങ്കിലും തെറ്റായി തോന്നുന്നുവെങ്കിൽ അതൊരിക്കലും അവഗണിക്കരുത്. സ്വന്തം മനസ്സിൻ്റെ ശബ്ദം കേൾക്കുക. എപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കണമെന്നില്ല, പക്ഷെ ചില സമയങ്ങളിൽ സംസാരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്തെങ്കിലും ഒരു അപകടം നടക്കാൻ പോകുന്ന സമയമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്ന സമയമായിക്കോട്ടെ, ചില സമയങ്ങളിൽ മാത്രം നമ്മുടെ മനസ്സ് നമ്മളോട് ഏകാന്തമായി സംസാരിക്കും. തീർച്ചയായും അത് ശരിയായിരിക്കും, 100%. അപ്പോൾ ഇങ്ങനെ അപകടം വരാനിരിക്കുന്ന സമയം അല്ലെങ്കിൽ അപകടം സംഭവിക്കുന്ന സമയങ്ങൾ മനസ്സെന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് അതിനെ തുടർന്നുള്ള നടപടികൾ എടുക്കുക. എന്തെങ്കിലും തെറ്റായി തോന്നുന്നു എന്നുണ്ടെങ്കിൽ അത് അവഗണിക്കുകയേ ചെയ്യരുത്. മൗനം പാലിക്കുന്നത് കുറ്റവാളികളെ രക്ഷിക്കുന്നത് പോലെയാകും. അതുകൊണ്ട് തെറ്റെന്തെങ്കിലും സംഭവിച്ചാൽ ഭയപ്പെടാതെ സത്യം പറയുക. നിയമത്തോട് സത്യം പറയുക. നിയമത്തെ സമീപിക്കുക. എപ്പോഴും ഒരേ ഒരു കാര്യം മാത്രം ഓർക്കുക. വിശ്വാസം വിലപ്പെട്ടതാണ്, പക്ഷേ സുരക്ഷ അതിനേക്കാൾ വിലപ്പെട്ടതാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ആയിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യാനും ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള വ്യൂസോ ലൈക്സോ കമൻസോ ഒന്നും വരാറില്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക്, എന്ത് വേണമെങ്കിലും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.